അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത്? പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ബെസ്റ്റ് തുടക്കം. പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അവന്റെ ഒരു കോണച്ച കോമഡി ഉറപ്പിക്കാനാണ് എന്റെ പൊന്നെ. ടോർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയ പരിപാടി. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അവന്റെ ഓരോരോ പ്രാന്ത് അല്ലാന്ന് പറയാം. ശരിയാണ്, ഇത് കാണാൻ വേണ്ടി കുറെ കുറങ്ങന്മാരും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. ഇതെന്തോ തീവണ്ടി അൺഎഡ്യൂക്കേറ്റഡ് തീഫ്. ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. ഒരു പായും തലണ അവിടെ കൊണ്ടിട്ട് തരാം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. യുടെ ഭാഗമായ അഖിൽ മാരാർ ഇതുപോലെ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. ജോർജിന്റെ ഒക്കെ പ്രവർത്തനങ്ങള് സഹിക്കൂല, അത്ര ഭയങ്കരാണ്. പക്ഷെ പൊന്നുമോനോടൊരു കാര്യം പറയണം, ഇനി എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പെറുക്കി എടുത്തിട്ടിരിക്കും. പണ്ടത്തെ പോലെ ഒരു ആക്ഷനും ഉണ്ടാവില്ല. താൻ കുറെ നാൾ ഇവിടെ ഉണ്ടാകും എന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഐ എം എ ഡിഫറെന്റ് മാൻ. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലെ വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച് ഇനിയോ നടക്കൂല. ജോർജ് വല്ല അർത്ഥം വെച്ച് സംസാരിക്കാണ്. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ. ഞാനിവരൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാൻ. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു?